സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമേകുന്ന ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സെയിൻറ്റ് ജോൺസ് പറപ്പൂക്കര ഫൊറൈൻ ചർച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ഇടവകയാണ്. നമ്മൾ മുൻപ് പെരുന്നാളൊക്കെ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ഇടവകകളിലും ഈ ഒരു സമയത്ത് നല്ല ഭംഗിയിൽ പുൽക്കൂടും അതുപോലെ കരോൾ ഗാന മത്സരങ്ങൾ, ഒത്തിരി മത്സരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്ന ഒരു അവസരമാണ്. എന്നാൽ ഇവിടെ ഇത്തവണ വളരെ പ്രത്യേകതയുള്ള നല്ല ഭംഗിയിൽ തന്നെ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ യൂത്താണ് ഈ ഒരു പുൽക്കൂട് ഇവിടെ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേണ്ട സഹായങ്ങളും സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇടവകയിലെ അച്ഛനാണ്. അപ്പോൾ വികാരി അച്ഛനുണ്ട്, ജോയ് അച്ഛൻ, നമ്മുടെ കൂടെയുള്ളത് കൊച്ചച്ഛനാണ്, ജിബിൻ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും എന്താ പറയുക, എത്ര പറഞ്ഞാലും മതിയാകാത്ത രീതിയിലാണ് അച്ഛൻ വളരെ വലിയ സപ്പോർട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും നന്നായിട്ട് ഈ ഒരു ഇടവകയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നമുക്ക് അച്ഛനോട് തന്നെ ക്രിസ്തുമസിൻ്റെ ഒരു സന്ദേശം പറയാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വർഷം പറപ്പൂക്കര ഫൊറോനപ്പള്ളി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആകർഷണം നമ്മൾ ഈ കാണുന്ന പുൽക്കൂട് തന്നെയാണ്. നമ്മുടെ ഒരു ട്രഡീഷണൽ പുൽക്കൂടിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മോഡേണായി കുറച്ചും കൂടിയും ആർട്ടിസ്റ്റിക് സെൻസിൽ നമുക്കിതിനെ വീക്ഷിക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂടാണ് ഈ വർഷം ഇവിടെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഒത്തിരിയേറെ പരിശ്രമമുണ്ട്, വളരെ മാസങ്ങൾ നീണ്ട പ്രയത്നമുണ്ട്. പ്രധാനമായും ലൈറ്റിലുള്ള ഒരു അട്രാക്ഷനാണ് ഇത് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ടിൽ കാണാവും ഒരു 25 അടിയോളം വലിപ്പമുള്ളൊരു ക്രിസ്മസ് സാന്റാക്ലോസിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, നാനോ പുൽക്കൂട് കോമ്പറ്റീഷൻ വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റുകളുടെയും ക്ലാസ്സുകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് ട്രീ കോമ്പറ്റീഷനൊക്കെ ഏറ്റവും നൂതനമായ ആശയങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായാണ് ഈ വർഷത്തെ പറപ്പൂക്കരയിലെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് ലിറ്റിൽ സാന്റ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നടക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ പതിവിൽ നിന്നും കൂടുതൽ ആഘോഷത്തിൽ എന്നാൽ ചിലവൊക്കെ ചുരുക്കിക്കൊണ്ട് ആർഭാടങ്ങളില്ലാതെ എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ ഈ വർഷത്തെ പുൽക്കൂടും മറ്റു കാര്യങ്ങളും ഞങ്ങൾ പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നു. എല്ലാവരെയും സ്നേഹത്തോടു കൂടി പറപ്പൂക്കര പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകളും ന്യൂ ഇയറിൻ്റെ മംഗളങ്ങളും പ്രത്യേകമായി നേരുന്നു. താങ്ക് യു. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നിങ്ങളിത് ഇവിടെ വന്ന് കണ്ടാൽ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു പുൽക്കൂട് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് പുൽക്കൂടുകൾ ഒരുപാട് പള്ളികളിൽ ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കാണാത്തൊരു മോഡലായിട്ടുണ്ട്. യൂത്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. CLC ആണ് മെയിനായിട്ട് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ പേരിലും അതുപോലെ യൂട്ടൻ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിൻ്റെ പേരിലും ഞങ്ങൾ അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇനി നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ ഒത്തിരി കോമ്പറ്റീഷൻസ് ആണ് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പുൽക്കൂടിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വ്യൂ തന്നെ കാണാം. CLCയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പുൽക്കൂട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ CLC മെമ്പേഴ്സ് മാത്രമല്ല ഈ ഇടവകയിലെ ഒട്ടുമിക്ക എന്താ പറയുക നല്ല ഉത്സാഹത്തിലുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള യൂത്തും ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഇവിടെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് അർച്ചിഷയാണ്. അപ്പോൾ ഇത് എന്ത് മോഡലാണ് എന്നുള്ളത് നമുക്ക് അർച്ചിഷയോട് തന്നെ ചോദിക്കാം. ഇതുവരെ കാണാത്തൊരു മോഡലായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആർക്കിടെക്റ്റിനോട് തന്നെ ചോദിക്കാം ഇത് എന്ത് മോഡലാണ് എന്നുള്ളത്. നമ്മളൊരു സിൽ ഔട്ട് കൺസെപ്റ്റിൽ ഒരു ലെയേർഡ് ക്രിബ് ആ ഒരു മോഡലാണ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 10 ലെയർ വെച്ചിട്ട് ക്രിബ് ചെയ്തെടുത്തു. എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ച മെയിനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ, ഇനിയും സഹായിച്ച ഒത്തിരി പേരുണ്ട്, അവരിവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ഒപ്പം ക്രിസ്തുമസ് ആശംസകൾ. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സ്നേഹവും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും സമൃദ്ധിയായിട്ടുണ്ടാവട്ടെ എന്നുള്ളത് ഞങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്ടൻ ഫാമിലി ഓരോ മെമ്പേഴ്സിൻ്റെയും പേരിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്.
Christmas tree, oh Christmas tree, much pleasure thou canst give me. Oh Christmas tree, much pleasure thou canst give me. How often has the Christmas tree afforded me the greatest glee? Oh Christmas tree, much pleasure thou canst give me. Oh Christmas tree, thy candles shine so brightly. Oh Christmas tree, thy candles shine so brightly. From base to summit, gay and bright, there's only splendor for the sight. Oh Christmas tree, thy candles shine so brightly. Oh Christmas tree, how richly God has decked thee. Oh Christmas tree, how richly God has decked thee. Thou bidst us true and faithful be, and trust in God unchangingly. Oh Christmas tree, how richly God has decked thee. Christmas tree, oh Christmas tree, thy leaves are so unchanging. Oh Christmas tree, thy leaves are so unchanging. Not only green when summer's here, but also when 'tis cold and drear. Oh Christmas tree, thy leaves are so unchanging. Oh Christmas tree, much pleasure